സമ്മതിക്കാത്തതെന്ന് താൻ പറയാൻ കാരണം? അലങ്കാരം ഗോൾഡ് കവറിങ് ഞാനും ഓക്കെ ഫൈൻ, പറഞ്ഞോളൂ. എന്തുകൊണ്ടാണ് ഒരു ഹസ്ബൻഡ് സമ്മതിക്കാത്തൊരു സംഭവമാണെന്ന് പറയാൻ കാരണം? ഒഴിവാക്ക്. ഓളവിടെ കടന്നോട്ടെ, വേറെ കുറച്ചേർക്ക് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ പോണ് നിന്ന് വള്ളി പിടിക്കാൻ. അങ്ങനെ നമ്മൾ പേടിച്ച് പോകരുത്. നമ്മൾ ലൈഫിൽ എന്തൊക്കെ തരണം ചെയ്യേണ്ടിയിരിക്കുന്നു. നിൻ്റെ ഹസ്ബൻഡ് നിന്നെ ഒഴിവാക്കിയതല്ലേ? യാ അല്ലാ, തന്നെ ഞാൻ അറിഞ്ഞില്ല. എന്നാലും ഇജ്ജറിഞ്ഞല്ലോടി, എനിക്ക് എന്നോട് ഇത്രത്തോളം സ്നേഹമുണ്ടെന്ന് എനിക്ക് അറിയണ്ടായില്ല. എന്നോട് പറയാനോ മറന്നുണ്ടാവും. ഞാൻ ഈ ഫോൺ വെച്ചിട്ട് ഞാൻ വിളിച്ച് ചോദിച്ചോക്കെ, എന്നോട് പറയാതെ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടോ. പുതിയ ഷാജി ആക്കാതിരുന്നാൽ കൊള്ളാം. ഓക്കെ, അതൊക്കെ ഓരോരുത്തരുടെ ലൈഫല്ലേ. നിങ്ങളിങ്ങനെ വന്ന് സത്യത്തിൽ എന്താണെന്നറിയോ, വേറൊരാളുടെ ജീവിതത്തെക്കുറിച്ച് അറിയാനുള്ള നിങ്ങളുടെ ത്വരയാണ് മാറേണ്ടത്. ഷാഫിയാണ്, ഷംല അല്ല. എനിക്ക് തോന്നി ചൊറിച്ചിൽ എന്നെ പാടന്നെയാകുന്നേ. അതാണ് ഞാൻ പറയാം. എനിക്ക് പറയാനുള്ള പറയും, അതുപോലെ നന്നാക്കി എടുക്കാമെന്ന് ഞാൻ നോക്കില്ല. അവിടെ എത്ര നന്നാക്കി എനിക്ക് അറിയില്ല. കുറ്റം പറയുന്ന ആൾക്കാർ കുറ്റേ കാണുള്ളൂ. പിന്നെ കുറ്റം കാണാൻ വേണ്ടി ഇത് കാണുന്ന ആൾക്കാർ, കുറ്റം പറയാൻ വേണ്ടി കാണുന്ന ആൾക്കാരുണ്ട്. ഓരോ നമ്മൾ മീൻ ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ മുഹമ്മദ് ഹുസൈൻ ഹായ്. എന്നാ ഓക്കെ. ഈ ഷെരീഫ് നായി എന്തൊക്കെയാണ് ചോദിക്കുന്നത്? ആരാ ഷെരീഫ്? അലങ്കാരം ഗോൾഡ് കവറിങ് പറഞ്ഞതിൻ്റെ അർത്ഥം. അലങ്കാരം ഗോൾഡ് കവറിങ് കൂടി പറയും. എന്താ അങ്ങനെ ഒരു ഹസ്ബൻഡിന് ഇതാക്കാൻ പറ്റുമെന്നൊക്കെ. ഷാഫി നിൻ്റെ ഉമ്മ അയാൻ പറഞ്ഞില്ല, അയാനിത് കാണുന്നുണ്ടാവും, എന്നെ നോക്കുന്നുണ്ടാവും. എനിക്കറിയായിരുന്നു. ഷാഫി ആരാ? ഷാഫിൻ്റെ മെസ്സേജ് ഞാൻ കണ്ടില്ലല്ലോ. ഷാഫി മറ്റേ അപ്പോൾ ഷെരീഫ് ആരാ? നാട്ടിൽ നല്ല നമുക്ക് ഇടയിൽ ചിലപ്പോൾ ഇപ്പോൾ എൻ്റെ മുന്നിൽ നന്നായിട്ട് നമ്മൾ മുന്നിൽ നന്നായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാവും ചിലപ്പോൾ എനിക്ക് മോശം കമൻറ്റ് ഇടുന്നത്. ഓക്കെ, അത് നമുക്ക് പറയാൻ പറ്റൂല. അതൊക്കെ ഓരോരുത്തരെ സംസ്കാരം. ദാറ്റ്സ് ഓൾ. ഷാഫി നിൻ്റെ IP അഡ്രസ് വിടായാ നമുക്ക് വേണ്ടടാ. അയ്യോ ഞാൻ അല്ല അങ്ങനെ ആയോലും ഉണ്ട് അല്ലാത്തോലും ഉണ്ട്. ഓക്കെ അല്ല, അഹമ്മദ് ബാലിക്ക് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ പരിചയപ്പെട്ട് കുറച്ചായല്ലോ. അതെ, നമുക്ക് വേണ്ട. എന്തിനാ ഓരോ സംസ്കാരം നമ്മൾ എടുക്കണ്ടല്ലോ. എന്താ കറി? പാലക്കാട് ഒറ്റപ്പാലം. ഓക്കെ, കറി എന്തായിരുന്നു? കറി എനിക്ക് ഇഷ്ടമില്ലാത്ത കറിയാണ്, മീനായിരുന്നു. അതുകൊണ്ട് ഞാൻ എടുത്തില്ല. എൻ്റെ പൂജയുടെ പരിപാടിക്ക് സ്റ്റേജിൽ എന്തോ ചെയ്യാൻ തോന്നുന്നുണ്ട്. 2 കുബൂസും 1 ബ്രോസ്റ്റും. ഞാൻ ചോറ് വെച്ച്. സോറി. മുഹമ്മദ് അയാൻ ഷാഫി അല്ല, അലങ്കാര അയാൻ. ഇയാളെന്താ പറഞ്ഞിരുന്നത്? എൻ്റെ ഹസ്ബൻഡിനെ സമ്മതിക്കണ ഒരു ഹസ്ബൻഡ് ഇങ്ങനെയൊന്നും സമ്മതിക്കൂലെന്ന്. ബാലസുന്ദരം ജി ഹായ്. ഡൂഡു ബോക്സ് ഹായ്. എനിക്കിഷ്ടമായി. എനിക്കും. ബാലസുന്ദരം അക്ക പറയൂ അണ്ണ. എന്താ കൂട്ടാൻ എന്താണെന്നറിയോ? മീനായിരുന്നു, അതുകൊണ്ട് ഞാൻ കറി എടുത്തില്ല. ഫിഷ് ഫ്രൈ ഒക്കെ ആയിരുന്നു, ഞാൻ കഴിച്ചില്ല. ഷംല ഇമ്മാനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇപ്പം എന്താ ഞാൻ ദിക്റ് ചൊല്ലണ്ടേ? ഈ ഷാഫിയാണെന്നുണ്ടെങ്കിൽ ഇന്നെ നോക്കി കുത്തിരി കണ്ടിട്ട് എനിക്ക് കുറ്റം കിട്ടും. പോയി 2 ദിക്റ് വലിക്കോ. മുസാഫിനെ നടക്കണ്ടമേ. ആൻറ്റി മീ ഇല്ല, ഐ ഡോണ്ട് ലൈക്ക് മീ ഫിഷ്. ഫാരിസിനെ അല്ലെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ കോഴിക്കോട് എവിടെയൊക്കെ അറിയും ഡുഡു വ്ളോഗ്സിന്? ഹല്ലേലൂയ. സ്തോത്രം എങ്ങനെയോ പറയില്ല. എന്തായിരുന്നു? സ്തോത്രമല്ല, സ്തോത്രം. ഉണക്കമീൻ ഇഷ്ടം. ഉമർ പാലുള്ളി. എന്നെ മറന്നു പോയോ നിങ്ങൾ ലത്തീഫിനെ? നമ്മളിതിന് മുന്നേ എപ്പോഴൊക്കെയോ കണ്ടിട്ടില്ലേ? നമ്മൾ സംസാരിച്ചില്ല. എപ്പോഴും ഈ മെസ്സേജ് മാത്രമേ വിടരുത്. കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ട്. എനിക്ക് തൻ്റെ ക്യാരക്ടറുമാണ് എനിക്ക് ഇഷ്ടം. എനിക്കും എല്ലാം അറിയാം. എന്നാൽ ഞാൻ അങ്ങോട്ട് ഞാനിപ്പോൾ പോവും. കോഴിക്കോട് എന്തിനാ കാണുന്നത്? അല്ല, എനിക്ക് സ്മെല്ല് ഇഷ്ടമല്ല. അപ്പോൾ omega-3 ഇല്ല. അത് അതിൽ മാത്രമൊന്നല്ലല്ലോ omega-3 ഉള്ളത്. അയൻ ബ്രോ, നീ ഇവിടെ എഴുന്നു? സത്യം. വാഴക്കാരെന്ന് വെച്ച് പുറത്ത് വിടുക. നിൻ്റെ വെറുതെ ഇരിക്കും. എനിക്ക് വെറുതെ ഇരിക്കണം. എനിക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അതുകൊണ്ട് നിനക്ക് കണ്ടൻറ്റിൻ്റെ ചാകരയാണല്ലോ. എന്താ ചെയ്യുക? ഈ വൃത്തി ഞാൻ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ട്, ഈ വൃത്തിയിട്ടവന്മാരുള്ളിടത്തോളം കാലം എനിക്ക് കണ്ടൻറ്റിന് ക്ഷാമം ഉണ്ടാവില്ല. നമ്പർ മുസാഫിനെ നടക്കണ്ടമേ. എനിക്കെന്തിനാ നമ്പർ? ആയാലും എനിക്ക് നമ്പർ കൊടുത്താൽ ബിസിയാണ്. ന്യൂ ഷോപ്പ് ബേബി. യെസ്.
അല്ല